നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അപലപിച്ച് ഹെലൻ മക്കൻഡി. അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ UN ഏജൻസിയുടെ കെട്ടിടങ്ങൾ നശിപ്പിച്ച് ഇസ്രായേൽ. നടപടിയെ അപലപിച്ച് വിദേശകാര്യമന്ത്രി ഹെലൻ മക്കൻഡി. ആശങ്ക പ്രകടിപ്പിച്ച് പോലീസ്. ബെൽഫാസ്റ്റിൽ നിന്നും കാണാതായ യുവാവിന്റെ ആരോഗ്യത്തിൽ ആശങ്ക പ്രകടമാക്കി പോലീസ്. ബേബി ഫോർമുല തിരിച്ചുവിളിച്ചു. വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് ഡാനോൺ ബേബി ഫോർമുലയുടെ ബാച്ചുകൾ തിരിച്ചുവിളിച്ച് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് അയർലൻഡ്. ഇലോൺ മസ്കിന്റെ ഭീഷണിക്ക് പിന്നാലെ റയാൻ എയറിന്റെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയർന്നു. ഇതോടെ വിമാന കമ്പനി വിലയ്ക്ക് വാങ്ങുമെന്ന് വെല്ലുവിളിച്ച മസ്കിന് നന്ദി പറഞ്ഞ് റയാൻ എയർ CEO ഓലിയറി. ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ ഓഫ് അയർലൻഡുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ കേസിൽ നിന്ന് ജസ്റ്റിസ് ഡേവിഡ് നോളൻ പിന്മാറി. തീരുമാനം പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന ആരോപണമുയർന്നതിന് പിന്നാലെ ഇയോവിൻ ചുഴലിക്കാറ്റിന് പിന്നാലെ ഓഫാലയിൽ നിന്നും കണ്ടെടുത്ത അസ്ഥികൾ ആദിമ ക്രൈസ്തവ കാലഘട്ടത്തിലേതെന്ന് കണ്ടെത്തൽ. 2025 അയർലൻഡിൽ ഏറ്റവും കൂടുതൽ ശമ്പളം നേടിയത് IT, ധനകാര്യ മേഖലകളിലെ തൊഴിലാളികളാണെന്ന് റിപ്പോർട്ട്. പ്രതികരിച്ച മന്ത്രി. സെന്റ് പാട്രിക് ദിനത്തിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് ഹെലൻ മക്കൻഡി. ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് അവാർഡുകൾ. ഗാൽവേയിലെ 15 സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് അവാർഡുകൾ. ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു. ഡബ്ലിൻ സിറ്റി സെന്ററുകളിൽ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു. US ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാമെന്നുള്ള ഭീതിയിൽ അന്താരാഷ്ട്ര എയർലൈനുകൾ പശ്ചിമേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. പാകിസ്ഥാനിൽ വിവാഹ വീട്ടിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ട്രംപ് ഭരണകൂടം ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ 50% തീരുവ പകുതിയായി കുറച്ചേക്കുമെന്ന സൂചന നൽകി ഉന്നത US ഉദ്യോഗസ്ഥൻ. സ്വകാര്യ സ്കൂളുകളുടെ അമിതമായ ഫീസ് വർധനവിന് തടയിടാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമ ഭേദഗതി തമിഴ്നാട് നിയമസഭ പാസാക്കി. വിലക്ക് ലംഘിച്ച് മകരവിളക്ക് ദിവസം സന്നിധാനത്ത് സിനിമാ ചിത്രീകരണമെന്ന് പരാതി. സംഭവം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറയുന്നതാണ് ഉചിതമെന്ന് നിലപാട് വ്യക്തമാക്കി ശശി തരൂർ. കേരളത്തിന് സമനില. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് സമനില. ഗ്രൂപ്പ് ബി മത്സരത്തിൽ റെയിൽവേസിനോടാണ് കേരളം സമനില വഴങ്ങിയത്. ബംഗ്ലാദേശിനെതിരെ ശക്തമായ നടപടികൾ. T20 ലോകകപ്പിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് പോകില്ലെന്ന് നിലപാടെടുത്ത ബംഗ്ലാദേശിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് സൂചന. മഴയെത്തുന്നു. സംസ്ഥാനത്തെ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. വരണ്ട കാലാവസ്ഥയ്ക്ക് അറുതി വരുത്തി ഇന്നു മുതൽ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. മഴയ്ക്ക് സാധ്യത. വടക്കൻ അയർലൻഡിലുടനീളം മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് മെറ്റ് ഐറാൻ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.